ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ തന്റെ ഇടത്തോട് എടുത്തു കാണിച്ചു കൊടുക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 1:28 ആദ്യമായി ഈ പ്രാർത്ഥന ഞങ്ങളെ പഠിപ്പിച്ചത് ആരാണ്? സ്വർഗസ്ഥനായ പിതാവാണ്. അമ്മയെ അങ്ങനെ വിളിക്കണമെന്ന് ആദ്യമായി ബൈബിളിൽ എഴുതി വെച്ചത്, വചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചത് കർത്താവാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് വിളിക്കുന്നത്? നന്മ നിറഞ്ഞവളെ സ്വസ്തി എന്ന് നമ്മളമ്മയെ വിളിക്കുന്നത്. ഇനി നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 1:42 വായിക്കും. ലൂക്ക 1:42 എന്താണ്? നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി എലിസബത്ത് പറഞ്ഞു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. ഇവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആര് പറയിപ്പിച്ചു എന്നാണ് അതിനർത്ഥം? ആരുടെ വാക്കാണത്? പരിശുദ്ധാത്മാവിന്റെ വാക്കാണ്. എന്താണ് പരിശുദ്ധാത്മാവിന്റെ? ദൈവത്തിന്റെ വചനമാണ്. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. ഇതാണ് നന്മ നിറഞ്ഞ പറയുമേ എന്ന പ്രാർത്ഥന നമ്മൾ അടുത്ത് ചൊല്ലുന്നത്. കൃപ നിറഞ്ഞ പറയുമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. ഈ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, നിന്റെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇതും എന്താണ്? ദൈവത്തിന്റെ വചനമാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനം ഉരുവിടാൻ നമ്മൾ മടിക്കണോ? ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ മടിക്കണോ? കാരണം ഇതാര് പറയിപ്പിച്ചതാണ്? പരിശുദ്ധാത്മാവ് പറയിപ്പിച്ച വചനമാണ്. എവിടെ എഴുതിയിരിക്കുന്നതാണ്? വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ 150 1000 പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവിന്റെ ശബ്ദമാണ്, വാക്കാണ് ആവർത്തിക്കുന്നത്. അതുകൊണ്ട് മടിക്കേണ്ടതില്ല. അതിനോട് ചേർത്ത് ഞാനും നിങ്ങൾ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. എന്താണ്? പരിശുദ്ധ അമ്മയെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. അതുമാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അതിന് അവകാശമുണ്ട്. കാരണം എന്താണ്? നമ്മൾ വിശ്വസിക്കുന്നതനുസരിച്ച് സഭയ്ക്ക് 3 ഭാഗങ്ങളുണ്ട്. ജീവിച്ചിരിക്കുന്ന നമ്മൾ മാത്രമല്ല സഭ, ആണോ? ഈ വിശുദ്ധ കുർബാന ഈ പള്ളിയിൽ ഈ നടുക്കത്തെ സ്ഥലം ഇങ്ങനെ ഒഴിച്ചിട്ടിരിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? മരിച്ചവർ നമ്മളോടൊപ്പം വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. അപ്പൊ ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും കൂടെ ചേരുന്നതാണ് സഭ. ശുദ്ധീകരണ സ്ഥലത്തുള്ളവരും ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മളും സ്വർഗത്തിൽ ചേർക്കപ്പെട്ട വിശുദ്ധരും, ഈ 3 ഘടകങ്ങളും സഭയുടെ ഭാഗമാണ്. ഈ 3 ഘടകങ്ങളിലുള്ളവർക്കും പരസ്പരം പ്രാർത്ഥനയിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ശക്തിപ്പെടുത്താൻ പറ്റും. എനിക്ക് എന്റെ അയൽപക്കത്തുള്ളവർക്ക് അല്ലെ എന്റെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നത് പോലെയാണ് എനിക്ക് ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. എന്റെ ത്യാഗം കൊണ്ടും എന്റെ കുർബാന അർപ്പണം കൊണ്ടും എന്റെ പ്രാർത്ഥന കൊണ്ടും എന്റെ സ്വർഗത്തിലായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ എനിക്ക് കഴിയും. അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? വിശുദ്ധർക്ക് അവരുടെ പ്രാർത്ഥന വഴിയായി ഭൂമിയിലുള്ള നമ്മളെ സഹായിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ അമ്മയോട് പറയുന്നത്, പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു കാര്യം ഓർത്തിരിക്കുക. നമ്മുടെ മരണസമയത്ത് നമ്മൾ ഇങ്ങനെ പറയൂ, സ്വർഗത്തിന്റെ വാതിൽക്കൽ മറിയാൻ നിൽക്കും. അങ്ങനെ പാട്ടില്ലേ? അങ്ങനെ ഒരു പാട്ടുണ്ട് നമ്മുടെ ഏവൻഗേലിയൻ കഴിഞ്ഞത്. സ്വർഗത്തിന്റെ വാതിൽക്കൽ മറിയം നിൽക്കുന്നു. എന്നിട്ട് മറിയം എന്ത് പറയുന്നതാണ്? പുത്ര, നിന്റെ കുരിശിനെയും നിന്റെ പീഡകളെയും ഓർത്ത് ഈ സഭയുടെ മക്കളുടെ മേൽ കനിയണമേ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി സ്വർഗത്തിന്റെ വാതിൽക്കൽ ഈ അമ്മ നിന്ന് വാദിക്കുമെന്നാണ് ആ പാട്ടിൽ പറയുന്നത്. സ്വർഗത്തിലേക്ക് എന്നെ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഈ അമ്മ സ്വർഗത്തിന്റെ വാതിൽക്കൽ വരെ എത്തുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പ്രാർത്ഥിക്കണം. ഇനി നമ്മള് മരിക്കാൻ കിടക്കുന്നവർക്ക് ചൊല്ലിക്കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഈശോ മറിയം യോസേഫേ, ഈ ആത്മാവിന് കൂട്ടാകണം. സ്വർഗത്തിലേക്കുള്ള എന്റെയും നിങ്ങളുടെയും യാത്രയിലെ കൂട്ടാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ടാണ് വിശുദ്ധരെ പഠിപ്പിച്ചത്, പരിശുദ്ധ അമ്മയോട് നല്ല ബന്ധമുള്ള ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു ക്രിസ്ത്യാനി ഉറപ്പായും സ്വർഗത്തിൽ സ്വീകരിക്കും. വിശുദ്ധ അന്തോണിയോസ് പറയുന്നതാണ്, നിനക്ക് അമ്മയോട് നല്ല ബന്ധമുണ്ടെങ്കിൽ നീ നിന്റെ കുറവ് കൊണ്ട് സ്വർഗരാജ്യം നഷ്ടപ്പെടുത്തുന്നില്ലെങ്കിൽ ഉറപ്പായും പരിശുദ്ധ അമ്മ നിനക്ക് വേണ്ടി സ്വർഗം നേടിത്തരും.
വിശുദ്ധ ബർണാർഡിനാണ് പറയുന്നത്, സ്വർഗത്തിലേക്ക് നിന്നെ പ്രവേശിപ്പിക്കുന്ന, നിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന രഥമാണ് പരിശുദ്ധ അമ്മ എന്ന, അമ്മയോടുള്ള ഭക്തി എന്നാണ്. ഇവിടെ ഈ അമ്മ നമ്മുടെ ജീവിതയാത്രയിലെ, നമ്മുടെ ആത്മീയ യാത്രയിലെ നമുക്ക് കൂട്ടാണ്. അപ്പൊ ദൈവമാണ്, പരിശുദ്ധാത്മാവാണ് നമ്മളെ പഠിപ്പിച്ചത് ഈ അമ്മയെ ബഹുമാനിക്കണം. വീണ്ടും നമ്മള് ലൂക്കോസിന്റെ സുവിശേഷം 1:48 വായിക്കും. ലൂക്ക 1:48. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. പ്രിയപ്പെട്ടവരെ, വചനം പഠിപ്പിക്കുകയാണ്. വചനം ആരുടെ മനസ്സാണ്? ദൈവത്തിന്റെ മനസ്സാണ്, അല്ലെ? ദൈവത്തിന്റെ വാക്കാണ്. എന്റെ നിങ്ങളുടെ വാക്കല്ല, ദൈവത്തിന്റെ വാക്കാണ്. ദൈവത്തിന്റെ വാക്കിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഇന്നു മുതൽ സകല തലമുറകളും അമ്മയെ എങ്ങനെ വിളിക്കണം? ഭാഗ്യവതി എന്ന് വിളിക്കണം. പ്രിയപ്പെട്ടവരെ, അമ്മയെ ഭാഗ്യവതി എന്ന് വിളിക്കുന്നതാണ്. കാരണം ദൈവത്തിന്റെ വചനമാണ്, ഇന്നു മുതൽ സകല തലമുറകളും എന്നെ എങ്ങനെ വിളിക്കണം? ഭാഗ്യവതി എന്ന് വിളിക്കണം. അതിനാണ് ഞാൻ നിങ്ങളൊക്കെ ഈ പ്രാർത്ഥന ചൊല്ലി പരിശുദ്ധ അമ്മയെ ബഹുമാനി. കാരണം ദൈവം പറഞ്ഞു, ഇന്നു മുതൽ സകല തലമുറകളും അവളെ എങ്ങനെ വിളിക്കണം? ഭാഗ്യവതി എന്ന് വിളിക്കണം. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 11:27-28 ആ സ്ത്രീ വിളിച്ചു പറഞ്ഞത്, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. ഈ ഭൂമിയിൽ വെച്ച് തന്നെ കാണിച്ചു തന്നു ഈ അമ്മയെ എങ്ങനെ വിളിക്കണം? ഭാഗ്യവതി എന്ന് വിളിക്കണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവമാണ് എന്നെ നിങ്ങളെ പഠിപ്പിച്ചത്. അമ്മയെ ബഹുമാനിക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ചതാരാണ്? ദൈവമാണ്. അപ്പൊ ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു, 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, പരിശുദ്ധ അമ്മ സാത്താനെതിരെയുള്ള ഏറ്റവും ശക്തമായ ആയുധമാണ്. അതിന്റെ തെളിവ് ഞാൻ പറഞ്ഞു. രണ്ടാമത് ഞാൻ പറഞ്ഞു, ബൈബിളിന്റെ തുടക്കം മുതൽ അതിന്റെ അവസാനം വരെ ആരുടെ സാന്നിധ്യമുണ്ട്? പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ട്. അപ്പം നിങ്ങളിത് കുറിച്ചു വെക്കണം. കുറിച്ച് വെച്ചിട്ട് നിങ്ങളിത് പറയണം, പഠിക്കണം. അമ്മയെക്കുറിച്ച് നമ്മുടെ ബൈബിളിൽ തുടക്കം മുതൽ അവസാനം വരെ ഏതൊക്കെ ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. ഇത് നമ്മൾ പറയുന്നവരോട്, നമ്മളോട് തർക്കിക്കുന്നവരോട് പറയാൻ കഴിയണം. മൂന്നാമത് ഞാൻ പറഞ്ഞ ഇതാണ്, എന്തുകൊണ്ടാണ് നമ്മൾ അമ്മയെ ബഹുമാനിക്കുന്നത്? ഈ അമ്മയെ ബഹുമാനിക്കാൻ ആദ്യം നമുക്ക് മാതൃക കാണിച്ചു തന്ന ആരാണ്? ദൈവമാണ്, സ്വർഗസ്ഥനായ പിതാവാണ്. അതുകൊണ്ട് നമ്മൾ അമ്മയെ ബഹുമാനിക്കുമ്പോഴൊക്കെ ആരുടെ ഹിതം അനുഷ്ഠിക്കുകയാണ്? സ്വർഗീയ പിതാവിന്റെ ഹിതം നമ്മൾ അനുഷ്ഠിക്കുകയാണ്. അമ്മയെക്കുറിച്ച് എത്ര എഴുതിയാലും എത്ര പ്രസംഗിച്ചാലും തീരാത്തതുപോലെയുണ്ട്. ഈ ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞത് അവസാനിപ്പിക്കാനാണ് ശ്രമിക്കുക. നമുക്കറിയാം, പരിശുദ്ധ അമ്മ ദൈവത്തോട് ആദ്യമായി അമ്മ പ്രത്യുത്തരിച്ചത് എങ്ങനെയാണ്? അമ്മയുടെ വാക്ക് എങ്ങനെയാണ്? ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ ഭവിക്കട്ടെ. നിന്റെ വചനം എന്താണോ, നിന്റെ വാക്ക് എന്താണോ, അത് എന്നിൽ നിറവേറട്ടെ എന്നാണ് അമ്മയുടെ ആദ്യത്തെ പ്രത്യുത്തരം. ദൈവവചനത്തോടുള്ള അമ്മയുടെ ആദ്യത്തെ പ്രത്യുത്തരം. ഇനി അമ്മ ബൈബിളിൽ അവസാനം പറഞ്ഞു നിർത്തുന്നത് എന്താണ്? അമ്മയുടെ അവസാനത്തെ വാക്ക്, അമ്മ അവസാനം സംസാരിച്ച വചനം എന്താണ്?
യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തില് കാനായിലെ കല്യാണ വിരുന്നിൽ പരിചാരകരോടായി അമ്മ പറയുന്നൊരു വാക്യമുണ്ട്, അവൻ പറയുന്നത് പോലെ ചെയ്യും. അപ്പൊ അമ്മയുടെ ആദ്യത്തെ വാക്യം എന്താണ്? ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ നിറവേറട്ടെ എന്നതാണ് അമ്മയുടെ ആദ്യത്തെ വചനത്തോടുള്ള പ്രത്യുത്തരം. അമ്മ അവസാനം തന്റെ സംസാരം നിർത്തുന്നത് എങ്ങനെ പറഞ്ഞുകൊണ്ടാണ്? അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. ഇവിടെ വരെ ഈ അൽഫോൺസ് ലിഗോറി അദ്ദേഹം ഈ പരിശുദ്ധ അമ്മയെ കുറിച്ച് എഴുതിയ മനോഹരമായ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തില് അദ്ദേഹം പറയും, അമ്മയുടെ സ്വർഗാരോപണത്തിന്റെ നാളുകൾ, അമ്മയുടെ മരണത്തിന്റെ നാളുകൾ അടുത്തപ്പോ ഗബ്രിയേൽ ദൂതൻ വീണ്ടും പരിശുദ്ധ അമ്മയുടെ അടുക്കിലെത്തി മരണത്തെക്കുറിച്ചും അമ്മയുടെ മരണത്തിന് ഒരുങ്ങേണ്ടതിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ സൂചിപ്പിച്ചു, ഇങ്ങനെ പറഞ്ഞു. അമ്മയെ കുറിച്ച് പറയുന്നതാണ്, ഈശോ മരിച്ചതിന് ശേഷം അമ്മയുടെ പ്രധാനപ്പെട്ട ജോലി ഈശോ നടന്ന വഴികളിലൂടെ, ഈശോയുടെ കുരിശിന്റെ വഴികളിലൂടെയൊക്കെ അമ്മ നിരന്തരമായി ഇങ്ങനെ നടന്ന് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അതായിരുന്നു അമ്മയുടെ ഏറ്റവും വലിയ ഒരു ആത്മീയ ജീവിതം. അമ്മ ഈശോയുടെ കുരിശിന്റെ വഴിയിലൂടെ അമ്മ ഇങ്ങനെ നടക്കുമായിരുന്നു എന്നാണ്. ഈ മാലാഖ വന്ന് ഈ മരണത്തെക്കുറിച്ച് അറിയിച്ചപ്പോഴും പരിശുദ്ധ അമ്മ അവസാനമായി ഇങ്ങനെ വീണ്ടും പറഞ്ഞു എന്നാണ്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ നിറവേറട്ടെ. അപ്പൊ അമ്മയുടെ ജീവിതത്തിൽ എന്നും അമ്മയ്ക്ക് പറയാനുണ്ടായിരുന്നതാണ്, അവന്റെ വാക്കെന്താണോ അത് എന്നിൽ നിറവേറണം. രണ്ടാമത് ഈ അമ്മ നമ്മളോട് പറയുന്നത് എന്താണ്? അവൻ പറയുന്നത് എന്താണോ, അവന്റെ വാക്കെന്താണോ അതുപോലെ നിങ്ങൾ ചെയ്യണം. അപ്പൊ ദൈവത്തിന്റെ വാക്ക് അവളിൽ നിറവേറാനും ആ വാക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാനുമുള്ള ആഹ്വാനമാണ് നിരന്തരമായി അമ്മ നൽകിക്കൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇനി അമ്മ എന്നും നമ്മളോട് സംസാരിക്കുന്നുണ്ട് അല്ലെ? എല്ലാ കുർബാനയിലും ഈ അമ്മ നമ്മളോട് സംസാരിക്കും. എപ്പോഴാണ്? അത് പറയാൻ വേണ്ടിയാണ് എന്നത് പറഞ്ഞത്. അപ്പൊ നമ്മള് ലിറ്റർജിയിൽ നിന്ന് ഒരു ഭാഗം കൂടി, കാരണം നമുക്ക് ഒത്തിരി പറയാനുണ്ട്, പക്ഷെ എല്ലാം കൂടി പറയാനുള്ള സമയവും സാവകാശവും നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ആരാധന ക്രമത്തിൽ നിന്നുള്ള ഒരു ഭാഗം കൂടി പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കാൻ. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും അമ്മ നമ്മളോട് സംസാരിക്കുക. എപ്പോഴാണ്? നമ്മുടെ എല്ലാ കുർബാനയിലും ഒരു കുക്കിലിയോൻ ചൊല്ലും അല്ലേ? ഏത് കുക്കിലിയോനാണ്? നിന്നാൾ സ്തുതിയൊടു രാജമകൾ എന്ന കുക്കിലിയോൻ. ഇത് എവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ്? സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ ഉറപ്പായിട്ടും പറയേണ്ടതാണ്, എന്നും ചൊല്ലുന്നതാണ്. ഇതൊരു സങ്കീർത്തനമാണെന്ന് അത്ര അറിയാം. ദൈവത്തിന്റെ വചനമാണ്, സങ്കീർത്തനമാണ്. ഏത് സങ്കീർത്തനമാണ്? സങ്കീർത്തനം 45-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് എല്ലാ ദിവസവും നമ്മൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്? നിന്നാൾ സ്തുതിയോടു രാജമകൾ. ഇനിയെങ്കിലും പഠിക്കണം. നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണോ? നാളെ ഇതൊന്നും അറിയാത്തൊരു പ്രൊട്ടസ്റ്റന്റ് സഭയിലെ ഒരാൾ വന്ന് നമ്മളോട് ചോദിക്കുക, എന്താണ് ഈ നിന്നാൾ സ്തുതിയോട് രാജമകൾ എന്ന് ചൊല്ലുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയും? ചുമ്മാ ഒരു പാട്ട് എഴുതി വെച്ചിരിക്കുന്നതല്ല. പിന്നെ അതെന്താണ്? ആ പാട്ട് എന്താണ്? 45-ാം സങ്കീർത്തനം, അതിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്, ദൈവവചനമാണ്. ഞാൻ നിങ്ങൾ ഒരുവിട്ട് പ്രാർത്ഥിക്കുന്നത്. ഈ വചനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സങ്കീർത്തനം 45-ന്റെ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. സങ്കീർത്തനം 45-ന്റെ പ്രത്യേകത, അതൊരു രാജകീയ സങ്കീർത്തനമാണ്. രാജകീയ സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ രാജാവിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുമ്പോൾ ആലപിക്കുന്ന കീർത്തനങ്ങളാണ്. രാജാവിന്റെ വിവാഹം, ബർത്ത്ഡേ, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ രാജാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആലപിക്കുന്ന കീർത്തനങ്ങളാണ് രാജകീയ സങ്കീർത്തനങ്ങൾ. ഇനി അതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ രാജകീയ സങ്കീർത്തനങ്ങളെയെല്ലാം മെസ്സയാനിക സങ്കീർത്തനം എന്നും പറയും. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ പറയുന്ന രാജാവ് അന്നത്തെ രാജാവിനെ കുറിച്ച് മാത്രമല്ല, വരാനിരിക്കുന്ന ഒരു രാജാവിനെ കുറിച്ച് കൂടിയാണ്. ഏതാണ് ഈ വരാനിരിക്കുന്ന രാജാവ്? ഈശോയാകുന്ന
മിശിഹായാകുന്ന രാജാവ്. അപ്പൊ ഈ സങ്കീർത്തനങ്ങളെല്ലാം ആരെ കുറിച്ച് കൂടിയുള്ളതാണ്? യേശു ക്രിസ്തുവിനെ കുറിച്ച് കൂടിയുള്ളതാണ്, മിശിഹായെ കുറിച്ച് കൂടിയുള്ളതാണ്. അതുകൊണ്ടാണ് 2-ാം സങ്കീർത്തനവും 45-ാം സങ്കീർത്തനവും എല്ലാം രാജകീയ സങ്കീർത്തനങ്ങളാണ്. പക്ഷെ അതേസമയം തന്നെ അത് ആരെ കുറിച്ച് കൂടിയാണ്? ഈശോയെ കുറിച്ച് കൂടിയാണ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന സങ്കീർത്തനത്തിന്റെ ഭാഗം, ഈ ഭാഗം മാത്രം നമ്മൾ പറഞ്ഞു. അതിന്റെ ഈ 45-ാം സങ്കീർത്തനത്തിന്റെ പ്രത്യേകത, രാജാവ് ഇങ്ങനെ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങി ഈ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുകയാണ്. അപ്പൊ ഒന്നാമത്തെ കഥാപാത്രം ആരാണ്? രാജാവ്, രാജകുമാരൻ, രാജാവ് ഒരുങ്ങി എന്തിനു വേണ്ടി ഇരിക്കുന്നു? വിവാഹത്തിന് വേണ്ടി. അപ്പൊ ഈ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന രാജാവിനെ കുറിച്ചുള്ള കീർത്തനമാണ്, അല്ലെങ്കിൽ അയാളെ ഇങ്ങനെ പ്രകീർത്തിക്കുന്ന ഭാഗമാണ് അതിന്റെ ആദ്യത്തെ ഭാഗമല്ല സങ്കീർത്തനത്തിന്റെ. നമ്മൾ ഈ പാടുന്ന പാട്ട് ഇങ്ങനെയാണ്: നിന്നാൾ സ്തുതിയോടും രാജമകൾ. അപ്പൊ രണ്ടാമത്തെ ആളാരാണ്? രണ്ടാമത്തെ കഥാപാത്രം ആരാണ്? രാജമകൾ, രാജകുമാരി. അവൾ എങ്ങനെ നിന്നെന്നാണ്? സ്തുതിയോടുകൂടി, മഹത്വത്തോടുകൂടി അവൾ നിന്നു. അപ്പൊ ഈ കഥാപാത്രങ്ങളെ ഓർത്തിരിക്കണം. ഒന്നാമത്തെ കഥാപാത്രം ആരാണ്? വിവാഹത്തിന് വേണ്ടി സിംഹാസനത്തിൽ ഒരുങ്ങിയിരിക്കുന്ന രാജാവ്. ഞാൻ ഈ പറയുന്നത് ഈ കുക്കിലിയോൻ എല്ലാ ദിവസവും ചൊല്ലുന്നതായതുകൊണ്ടാണ്, അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ. ഇപ്പൊ രാജാവ് സിംഹാസനത്തിലിരിക്കുന്നു. ഇനി രാജാവിന്റെ മുമ്പിൽ ആര് നിൽക്കുന്നു എന്നാണ്? സ്തുതിയോടുകൂടി ആര് നിൽക്കുന്നു? രാജകുമാരി നിൽക്കുന്നു. ഇനിയും പറയുകയാണ്: നിൻ വലഭാഗേ രാജഭാമിനി. നിന്റെ വലതുവശത്ത് ആര് നിൽക്കുന്നു? രാജ്ഞി നിൽക്കുന്നു. ഈ രാജ്ഞി ആരാണ്? രാജാവിന്റെ അമ്മയാണ്, രാജാവിന്റെ അമ്മ. നമുക്കറിയാം, നിങ്ങള് ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രാജാക്കന്മാരെ കുറിച്ച് വിവരിക്കുമ്പോഴെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കും, രാജാവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആരെ കുറിച്ചാണ് പറയുന്നത് അറിയാമോ? രാജാവിന്റെ അമ്മയെ കുറിച്ചാണ്. നിങ്ങൾ ഇന്ന് പോയിട്ട് ശ്രദ്ധിച്ചോ? രാജാവിന്റെ അമ്മയെ കുറിച്ചാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഈ സോളമന്റെ സന്നിധിയിലേക്ക്, രാജസദസ്സിലേക്ക് അമ്മയായ ബേത്ശബ കടന്നു വന്നപ്പോൾ സോളമൻ എന്ത് ചെയ്തു എന്നാണ്? എഴുന്നേറ്റ് അമ്മയെ സ്വീകരിച്ചിട്ട് എവിടെ ഇരുത്തിയെന്നാണ്? വലതുവശത്ത് സിംഹാസനം കൊണ്ടിട്ടിട്ട് വലതുവശത്തെ സിംഹാസനത്തിൽ ആരെ ഇരുത്തി? അമ്മയിരുത്തി. ഇപ്പൊ രാജാവിന്റെ വലതുവശത്തിരിക്കാനുള്ള അധികാരം, അവകാശമുള്ളത് ആർക്കാണ്? അമ്മയ്ക്കാണ്. അപ്പൊ ഇവിടെ നിൽക്കുന്ന വലതുവശത്ത് നിൽക്കുന്ന രാജ്ഞി ആരാണ്? അമ്മ. അപ്പൊ ആരൊക്കെയുണ്ട്? രാജാവുണ്ട്, രാജ്ഞിയുണ്ട്, രാജകുമാരിയുണ്ട്, സ്തുതിയോടുകൂടി നിൽക്കുന്ന ഒരുങ്ങി നിൽക്കുന്ന രാജകുമാരിയുണ്ട്. വലതുവശത്ത് ആര് നിൽക്കുന്നു? രാജ്ഞി നിൽക്കുന്നു, അമ്മ നിൽക്കുന്നു. അപ്പൊ 3 കഥാപാത്രങ്ങൾ. അതുകൊണ്ടാണ് നിന്നാൾ സ്തുതിയോടു രാജമകൾ, നിൻ വലഭാഗേ രാജ ഭാമിനി. ഇവിടെ കിട്ടിയോ? ഇനി അടുത്ത വരി എന്താണ്? നിന്നഴകരജൻ മോഹിപ്പാൻ നിൻ ജനമോർക്കായിക പിതൃഗ്രഹവും. എന്തോ അതിന്റെ അർത്ഥം? അതിങ്ങനെയാണ്. അതിന് സിമ്പിളായിട്ട് പറഞ്ഞാൽ, നിന്റെ അഴകിൽ, നിന്റെ സൗന്ദര്യത്തിൽ ഈ രാജാവ് സംപ്രീതനാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ്? നിന്റെ ജനത്തെയും പിതൃകുലത്തെ എല്ലാം നീ മറക്കണം. ഇവിടെ ഇനി ആരാണ്? ഇതൊരു ഉപദേശമാണ്. നീ ആരാണ് ഈ ഉപദേശം കൊടുക്കുന്നത്? ആർക്കാണ് ഈ ഉപദേശം കൊടുക്കുന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ ഇസ്രായേലിലെ കല്യാണത്തിന്റെ ഒരു ചരിത്രമുണ്ട്. ഈ വിവാഹത്തിന് വരനും വധുവും ഒരുങ്ങി നിൽക്കുന്ന ഒരു മേൽക്കട്ടിയുടെ അടിയിലാണ്. നമ്മൾ ഈ ഇതിനൊക്കെ പോകുമ്പോൾ പിടിക്കുന്ന കണ്ടിട്ടില്ലേ? റാസയ്ക്കൊക്കെ പോകുമ്പോൾ പിടിക്കുന്ന നടപ്പന്തൽ കണ്ടിട്ടില്ലേ? നടപ്പന്തൽ പോലെ ഒരു മേൽക്കട്ടിയുണ്ട്. ആ മേൽക്കട്ടിയുടെ അടിയിൽ ഈ വരനും വധുവും നിൽക്കും. അതിനും അവരോട് ചേർന്ന് നിൽക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? അമ്മയ്ക്കാണ്, വരന്റെ അമ്മ. ഈ നിൽക്കുന്ന വരന്റെ അമ്മ, ഈ രാജാവിന്റെ അമ്മ, ഈ രാജകുമാരിക്ക്, വധുവായി വരുന്ന രാജകുമാരിക്ക് ഉപദേശം കൊടുക്കും. നീ എങ്ങനെയാണ് രാജകൊട്ടാരത്തിൽ പെരുമാറേണ്ടത്, എങ്ങനെയാണ് രാജാവിനെ പ്രീതിപ്പെടുത്തേണ്ടതെന്ന് ആര് ഉപദേശം കൊടുക്കും? ഈ അമ്മ ഉപദേശം കൊടുക്കും, രഹസ്യമായ ഉപദേശം കൊടുക്കും. അപ്പൊ ഇവിടെ ഈ ഉപദേശം കൊടുക്കുന്നത് ആരാണ്? വലതുവശത്ത് നിൽക്കുന്ന രാജ്ഞിയാണ് ഉപദേശം കൊടുക്കുന്നത്. ആർക്കാണ് ഉപദേശം കൊടുക്കുന്നത്?
ഈ മുൻപിൽ നിൽക്കുന്ന വധുവായി നിന്നാൽ സ്തുതിയുടെ രാജമകൾ മഹിമയോടെ നിൽക്കുന്ന, ഒരുക്കത്തോടെ നിൽക്കുന്ന ഈ രാജകുമാരിക്കാണ് ഉപദേശം കൊടുക്കുന്നത്. എന്താണ് ഉപദേശം കൊടുക്കുന്നത്? മകളെ, നീ എല്ലാം മറക്കുക. നിന്റെ അഴകിൽ രാജാവ് പ്രീതിപ്പെടാൻ നീ എല്ലാം മറക്കുക. ഇനി എന്തിനാണ് ഇങ്ങനെ ഒരു ഉപദേശം കൊടുക്കുന്നത്? ഒരു വിചിത്രമായ ഉപദേശം കൊടുക്കുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നിയമാവർത്തന പുസ്തകം 21-ാം അധ്യായം 10-ാം വാക്യം, നിയമാവർത്തനം 21:10 വായിക്കാമോ പെട്ടെന്ന്? ശത്രുക്കൾക്കെതിരായി യുദ്ധത്തിന് പോകുമ്പോ നീ വിദേശ രാജ്യത്ത് യുദ്ധത്തിന് പോകുമ്പോ അവരെ നീ പിടിച്ചടക്കും, അവരുടെ രാജ്യങ്ങളിൽ പിടിച്ചടക്കും, എന്നിട്ട് അവരെ അടിമകളാക്കും. അപ്പോൾ അവരുടെ ഇടയിൽ സുന്ദരിയായ ഒരു സ്ത്രീയെ കാണുകയും അവളെ നിനക്ക് താല്പര്യം ജനിക്കുകയും അവളെ ഭാര്യയായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്താൽ അവളെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരണം. അവൾ തലമുണ്ടനം ചെയ്യുകയും നഖം വെട്ടുകയും ചെയ്തതിനു ശേഷം. അപ്പൊ അങ്ങനെ പോകുമ്പോ നിനക്കൊരു സുന്ദരിയായ സ്ത്രീയെ നീ കാണുകയും നിനക്ക് അവളെ ഇഷ്ടപ്പെടുകയും ചെയ്താൽ അവളെ നീ അടിമയായി കൊണ്ടുവരണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്നാണ്? തലമുണ്ടനം ചെയ്ത് അവൾ 1 മാസത്തേക്ക് വിലാപം അനുഷ്ഠിക്കണം. അടുത്ത വാക്യം വായിച്ചേ. അതിനുശേഷം നിനക്ക് അവളെ സ്വീകരിക്കാം. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും. അപ്പോ ഇത്രയും മതി. അപ്പോ ഇങ്ങനെ വിദേശത്ത് പോയി സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടാൽ അവളെ കൊണ്ടുവരണം. 1 മാസത്തേക്ക് അവൾക്ക് വിലാപത്തിന്റെ കാലമാണ്. അവൾ എന്ത് ചെയ്യണമെന്നാണ്? അവളുടെ കഴിഞ്ഞ കാലങ്ങളെ, പിതൃകുലങ്ങളെ, അവളുടെ ബന്ധുജനങ്ങളെ ഒക്കെ ഓർത്ത് അവള് വിലപിക്കണം. വിലാപത്തിന്റെ കാലം കഴിയുമ്പോ അവൾ ഒരുങ്ങി, നിനക്ക് അവളിൽ സംപ്രീതി തോന്നിയാൽ നീ അവളെ സ്വീകരിക്കണം, അവളെ ഭാര്യയായി സ്വീകരിക്കണം. ഇല്ലെങ്കിൽ നീ അവളെ എന്ത് ചെയ്യണം? വീണ്ടും അടിമയാക്കി അല്ലെങ്കിൽ സ്വതന്ത്രയാക്കി വിടണം. അപ്പൊ ഇവിടെ നിൽക്കുന്ന രാജകുമാരി എങ്ങനെയുള്ള രാജകുമാരിയാണ്? യുദ്ധത്തിൽ തടവുകാരിയായി പിടിച്ചുകൊണ്ടുവന്ന രാജകുമാരിയാണ്. ആ രാജകുമാരിയുടെ വിലാപത്തിന്റെ കാലമായിരുന്നു 1 മാസത്തെ കാലം. ആ വിലാപത്തിന്റെ 1 മാസകാലം പൂർത്തിയാക്കി ഇപ്പോൾ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് അവൾ. അതുകൊണ്ടാണ് ഈ അമ്മ പറഞ്ഞു കൊടുക്കുന്നത്, മകളെ, നീ ഇതുവരെയുള്ള നിന്റെ വിലാപത്തിന്റെ കഴിഞ്ഞ കാലങ്ങളെല്ലാം മറന്നിട്ട്, നിന്റെ പിതൃകുലത്തെയും ബന്ധുദേശത്തെയും എല്ലാം മറന്നിട്ട് നീ നിന്റെ ഈ രാജാവിനെ പ്രീതിപ്പെടുത്തുക. നിന്റെ അഴകിൽ അരജൻ എന്ന് പറഞ്ഞാൽ നിന്റെ അഴകിൽ ഈ രാജാവ് മോഹിപ്പാൻ നിൻ ജനമോർക്കായിക പിതൃഗ്രഹവും, നിന്റെ ജനത്തെ പിതൃകുലത്തെയും എല്ലാം നീ മറക്കുക. അപ്പൊ ഇവിടെ വരെ ഇതെങ്ങനെയാണ് നമ്മുടെ അമ്മയുമായി കണക്ട് ചെയ്യുന്നത്? എല്ലാ വിശുദ്ധ കുർബാനയിലും നമ്മൾ പറയും, ഈ ബലിപീഠം ആരുടെ സിംഹാസനമാണ്? ആരുടെ സിംഹാസനമാണ്? ദൈവത്തിന്റെ സിംഹാസനമാണ്. അതുകൊണ്ടാണ് ക്രോണോസ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ പള്ളിക്കുള്ളിലേക്ക് കയറുമ്പോ നമ്മൾ കുരിശു വരയിച്ച് പള്ളിക്കുള്ളിലേക്ക് കയറുന്നു. നമ്മുടെയൊക്കെ പള്ളികളിൽ സക്രാരി ഉണ്ട്, പക്ഷെ ഓർത്തഡോക്സ് പള്ളികളിലൊക്കെ സക്രാരിയില്ല. പക്ഷെ അവര് ബലിപീഠത്തെ വണങ്ങിക്കൊണ്ടാണ് കയറുന്നത്. എന്തുകൊണ്ടാണ്? ഈ ബലിപീഠം ആരുടെ സിംഹാസനമാണ്? ദൈവത്തിന്റെ സിംഹാസനമാണ്. ദൈവം വസിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഒരു സ്വതറായി നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും, ദൈവമേ, സ്വർഗസ്നായ പിതാവേ, നിന്റെ മുൻപാകെയും ദൈവത്വം അധിവസിക്കുന്ന ഈ ബലിപീഠത്തിന്റെ മുൻപാകെയും ഞങ്ങൾ നിന്ന് ഈ ബലി അർപ്പിക്കുന്നു എന്ന്. ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഈ ക്രോണോസ് കർത്താവിന്റെ സിംഹാസനമാണ്. ഇവിടെ ഈ സിംഹാസനത്തിന്റെ വലതുവശത്തെ സിംഹാസനം, ബലിപീഠം ആർക്കു വേണ്ടിയാണ്? ഈശോ ഇങ്ങോട്ട് തിരിഞ്ഞു. നമുക്കൊരു സിംഹാസനത്തിൽ അവനെ നമ്മെ നോക്കിയിരിക്കുമ്പോ ആ സിംഹാസനത്തിന്റെ വലതുവശത്തെ സിംഹാസനം എല്ലാ പള്ളികളിലും ആർക്കു വേണ്ടിയുള്ളതാണ്? ആർക്കുള്ളത്? ഇതാർക്കാ? പരിശുദ്ധ അമ്മയ്ക്കുള്ളതാണ്. നമ്മുടെ ബലിപീഠത്തിലെ 2ാമത്തെ ബലിപീഠം ഈ സിംഹാസനത്തിന്റെ പ്രധാന സിംഹാസനത്തിന്റെ വലതുവശത്തെ സിംഹാസനം ആർക്കുള്ളതാണ്? പരിശുദ്ധ അമ്മയ്ക്കുള്ളതാണ്. ഈ സിംഹാസനത്തിന് ഈ രാജാവ് 2 പേരെ നമുക്ക് കിട്ടി. ഈ സിംഹാസനത്തിലിരിക്കുന്ന രാജാവ്, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന രാജാവ് ആരാണ്? ഈശോയാണ്. ഈശോയുടെ വലതുവശത്ത് നിൽക്കുന്ന രാജഭാമിനി, രാജ്ഞി ആരാണ്? പരിശുദ്ധ അമ്മയാണ്. ഇനി ഈ രാജകുമാരി ആരാണ്? രാജകുമാരി സഭയാണ്. അല്ലെങ്കിൽ ഈ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി വന്നു നിൽക്കുന്ന ഞാനും നിങ്ങളുമാണ്. എന്തുകൊണ്ടാണ് ഞാനും നിങ്ങളും ഈ അടിമകളാണ്, അടിമയിൽ നിന്ന് സ്വതന്ത്രരാക്കപ്പെട്ടവരാണ്.
വിലയ്ക്ക് വാങ്ങിയവരാണ്. സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് കർത്താവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട അല്ലെങ്കിൽ സ്വതന്ത്രരാക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. അങ്ങനെ സ്വതന്ത്രരാക്കപ്പെട്ട രാജകുമാരിമാരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളോട് ഈ വിശുദ്ധ കുർബാനയിലെ കർത്താവ് പരിശുദ്ധ അമ്മ പറയുകയാണ്, മോളെ, മകനെ, നീ എല്ലാം വിട്ടിട്ട്, നീ എല്ലാ കാര്യങ്ങളും മറന്നിട്ട് നീ ആരെ പ്രീതിപ്പെടുത്തണം? ഈ സിംഹാസനത്തിലിരിക്കുന്ന രാജാവിനെ നീ പ്രീതിപ്പെടുത്തണം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയിൽ എനിക്ക് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഡിസ്ട്രാക്ഷനോ തെറ്റായ ചിന്തകളോ ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഈ പരിശുദ്ധ അമ്മയുടെ മുഖത്തേക്ക് നോക്കണം. എന്തുകൊണ്ടാണ്? കാൽവരിയുടെ നെറുകയിൽ ആദ്യത്തെ വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോ ചങ്കു പിടഞ്ഞ് ഈ അമ്മ കുരിശിന്റെ ചുവട്ടിലുണ്ടായിരുന്നു. ആദ്യത്തെ വിശുദ്ധ കുർബാന ഈശോ തന്റെ ജീവൻ, തന്റെ ശരീരം തകർക്കപ്പെട്ട പൊടിഞ്ഞ് ഇല്ലാതായി അവൻ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോ ആ വേദന മുഴുവൻ ഏറ്റെടുത്ത് ഈ കുരിശിന്റെ ചുവട്ടിൽ നിന്ന് അമ്മ എന്നെ നിങ്ങളെ പഠിപ്പിക്കും എങ്ങനെയാണ് ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കേണ്ടത്. അമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോഴൊക്കെ അമ്മ പറയുന്നതാണ്, പ്രിയപ്പെട്ട മകനെ, മകളെ, നിനക്ക് വേണ്ടി കാൽവരിയിൽ എന്റെ പുത്രൻ അനുഭവിച്ച പീഡകളാണ് ഈ ബലിപീഠത്തിൽ, ഈ വിശുദ്ധ കുർബാനയിൽ ഈ വീണ്ടും സന്നിഹിതമാക്കപ്പെടുക. അതുകൊണ്ട് ഈ വിശുദ്ധ കുർബാനയിലേക്ക് നിങ്ങൾ നോക്കുക എന്ന്, അതിൽ ശ്രദ്ധിക്കുക എന്ന് ഓരോ വിശുദ്ധ കുർബാനയിലും ഈ അമ്മ നമ്മളെ പഠിപ്പിക്കും. ഇവിടെ അതുകൊണ്ട് അമ്മയ്ക്ക് എന്നും നമ്മളോട് പറയാനുള്ളതാണ്, അവന്റെ ഇഷ്ടം എന്താണോ, അവന്റെ ഹിതം എന്താണോ അത് നിറവേറ്റണം. ഇവിടെ ഈ വചന വർഷത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ വചനത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുത്തവളാണ് അമ്മ. സ്വന്തം ഹൃദയത്തിൽ ഈ വചനത്തെ സംഗ്രഹിച്ച അമ്മ എന്നോട് നിന്നോട് പറയുന്നത് പോലെ തന്നെയാണ്, ഈ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം, വചനം സ്വീകരിക്കണം. ഇവിടെ അതുകൊണ്ട് ഈ അമ്മയുടെ കൂട്ട് നമുക്ക് ഉണ്ടാവട്ടെ നമ്മുടെ ജീവിതയാത്രയിൽ. എന്റെ അനുഭവത്തിൽ കൂടിയാണ് പറയുക, നമ്മുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളുടെ അവസരങ്ങളിൽ നമുക്ക് കരുത്തായി ഈ അമ്മ കൂടെ ഉണ്ടാവും. ജോൺ പോലണ്ടാകുന്ന പാപ്പ ഇവിടെ മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്, ചെറിയ പ്രാർത്ഥനയാണ്. അദ്ദേഹത്തിന് ഏറ്റവും അമ്മയെക്കുറിച്ച്, മറിയമേ, അമ്മേ, പൂർണ്ണമായി ഞാൻ നിന്റേതാണ്. തന്റെ അപ്പനും അമ്മയും നഷ്ടപ്പെട്ട്, തന്റെ ജ്യേഷ്ഠനും നഷ്ടപ്പെട്ട് അനാഥമായി പോയ സന്ദർഭത്തിൽ പരിശുദ്ധ അമ്മയുടെ രൂപത്തിന് മുമ്പിൽ ചെന്ന് മുട്ടുകുത്തിയിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ, ഇനി എനിക്ക് ആരുമില്ല, ഞാൻ പൂർണ്ണമായി നിന്റേതാണ്. ഒരിക്കൽ ഇങ്ങനെ പാറമടയിലെ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഒരു വണ്ടി ഇടിച്ച് ഇങ്ങനെ മാരകമായി മുറിവേറ്റ് വീഴുമ്പോ ദൂരെ തന്റെ കത്തീഡ്രൽ ദേവാലയത്തിന് മുമ്പിലെ പരിശുദ്ധ അമ്മയുടെ ചിത്രം ഇങ്ങനെ കണ്ട് ഈ വീഴുന്ന സമയത്ത് പിതാവ് പ്രാർത്ഥിച്ചു, മറിയമേ, അമ്മേ, പൂർണ്ണമായി ഞാൻ നിന്റേതാണ്. അദ്ദേഹത്തെ ഒരു കാലകൻ വെടിവെച്ച് അദ്ദേഹം നിലത്തേക്ക് വീഴുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു, മറിയമേ, അമ്മേ, പൂർണ്ണമായി ഞാൻ നിന്റേതാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു വീഡിയോ, ഒരു ഫോട്ടോഗ്രാഫ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. താഴെ വീഴുന്ന ഈ ജോൺ പോലണ്ടാകുന്ന പാപ്പായെ ഇങ്ങനെ കൈകളിൽ എടുത്തു പിടിക്കുന്ന അമ്മയുടെ ഒരു ചിത്രം. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, എന്നെ സംരക്ഷിച്ചത് അമ്മയാണ്. ആ പരിശുദ്ധ അമ്മയുടെ ഫാത്തിമ മാതാവിന്റെ രൂപത്തിൽ തന്റെ തലയിൽ പതിഞ്ഞ വെടിയുണ്ട കൊണ്ട് സമർപ്പിച്ചിട്ടാണ് തന്റെ ശുശ്രൂഷ പിന്നീട് അദ്ദേഹം ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതയാത്രയിൽ എന്നും ചിലപ്പോഴൊക്കെ തളർന്നു വീഴുമ്പോൾ, മുഖം പൊത്തി നിലത്ത് വീഴുന്ന സന്ദർഭങ്ങളുണ്ടാവും. പരിഹാസങ്ങളേക്കും നിന്ദനങ്ങളേക്കും ആരും കൂടില്ലെന്ന് തോന്നും. സ്നേഹിച്ചവരൊക്കെ കൈവിട്ടു എന്ന് തോന്നും. വല്ലാണ്ട് ഒറ്റപ്പെട്ടു എന്ന് തോന്നും. ഇനി എങ്ങനെ മുമ്പോട്ട് നീങ്ങുമെന്ന്, കാൽവരി വരെ എങ്ങനെ എത്തുമെന്ന് ചിലപ്പോഴൊക്കെ നമ്മൾ വല്ലാണ്ട് സംശയിച്ചു നിൽക്കുന്ന സന്ദർഭങ്ങളിൽ നിന്റെ കുരിശിന്റെ ചാരെ നടക്കാൻ നീ നിത്യതയിലെത്തുമ്പോൾ, നീ മരിച്ചു വീഴുമ്പോൾ നിന്റെ ശരീരം പുത്രന്റെ ശരീരത്തെ എങ്ങനെ കൈകളിൽ സ്വീകരിച്ചോ അതുപോലെ സ്വീകരിക്കാൻ ഈ അമ്മ കൂടെ ഉണ്ടാവും. അതാണ് പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ കരങ്ങളിലേക്ക് അമ്മയെ കൊടുത്തപ്പോ നമുക്ക് നൽകിയ ധൈര്യം. ഈ അമ്മ എന്താണ്, ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, യോഹന്നാന് എന്തുകൊണ്ടാണ് ഈ അമ്മയെ കൊടുത്തത് ചിന്തിച്ചാൽ, സഭാ പാരമ്പര്യം പറയുന്നത് ബ്രഹ്മചാരിയായിരുന്നു, ഒറ്റപ്പെട്ട മനുഷ്യനായിരുന്നു. ആ ഒറ്റപ്പെട്ട മനുഷ്യന്റെ കരങ്ങളിലേക്കാണ്
ഈ അമ്മയെ കൊടുത്തത്. നിനക്കും ആരുമില്ലെന്ന് തോന്നുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഈ അമ്മയുണ്ടാകും എന്നൊരു ഉറപ്പ് ഈശോ നിനക്ക് തന്നതാണ്. ആരും നിന്നെ സ്നേഹിക്കാത്ത സന്ദർഭങ്ങളിൽ നിന്നെ സ്നേഹിക്കാൻ ഈ അമ്മയുടെ കരുതൽ കൂടെ ഉണ്ടാവും എന്ന ഉറപ്പാണ് ഈ ഈശോ നമുക്ക് കുരിശിൽ വെച്ച് തന്നത്. പ്രിയമുള്ളവരെ, ഈ അമ്മയോടുള്ള ഒരു അടുപ്പം നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. അമ്മ എന്നും ഇവിടെ ഭവനങ്ങളിൽ ഉണ്ടാവട്ടെ. കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മ ഇടപെട്ടതിന് കാരണം എന്താണ്? ഇവിടെ ദൈവം ഇടപെട്ടതിന് കാരണം എന്താണ്? അവിടെ അമ്മയെ ക്ഷണിച്ചു എന്നല്ല പറയുന്നത്. എങ്ങനെയാണ്? യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു, അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുക. എൻ്റെയും നിങ്ങളുടെയും ഭവനത്തിൽ ആരുണ്ടാവണം? അമ്മയുണ്ടാവണം. നിശബ്ദ സാന്നിധ്യമായി അമ്മ എന്നും എൻ്റെ നിങ്ങളുടെയും കുടുംബങ്ങളിൽ ഉണ്ടാവട്ടെ. എഴുന്നേറ്റ് പ്രാർത്ഥിച്ച സമയം ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, കർത്താവേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഈ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്വർഗം തുറന്ന് കൃപകൾ വർഷിക്കണമേ കർത്താവേ. ദൈവമേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഒത്തിരി സങ്കടങ്ങളും ആർക്കും മനസ്സിലാവാത്ത ഒത്തിരി വേദനകളും ഒറ്റപ്പെടലുകളും ആരും മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നലുകളും ഒക്കെ ഉണ്ട് കർത്താവേ. വല്ലാതെ ഒറ്റപ്പെട്ടു പോയ സന്ദർഭങ്ങൾക്ക് കർത്താവേ, ജീവിതത്തിന്റെ പ്രതിസന്ധികൾ വല്ലാണ്ട് തളർന്നു പോയിട്ടുണ്ട്. ജീവിതം മടുത്തു എന്ന് ചിലപ്പോഴെങ്കിലുമൊക്കെ പരാതി പറഞ്ഞിട്ടുണ്ട് കർത്താവേ. അപ്പോഴൊക്കെ എൻ്റെ അപ്പാ, നീ എന്നെ മാറോട് ചേർത്തിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, ഞാൻ നിന്റെ കൂടെയുണ്ട്. 99 മരുഭൂമിയിൽ വിട്ടിട്ട് കാണാതെ പോയ ഒന്നിന്റെ പിന്നാലെ പോയവൻ ഇന്നും ഞാൻ ഒറ്റപ്പെട്ടു പോകുമ്പോ, ഞാൻ തളർന്നു പോകുമ്പോ എന്റെ അടുക്കിലേക്ക് എത്തിയിട്ട് എന്നെ തോളിലേറ്റുന്നവൻ എന്റെ കൂടെയുണ്ട്. അന്ധനായ മനുഷ്യൻ ഹൃദയം തുറന്നില വിളിച്ചു, ദാവീദിന്റെ പുത്രായ എന്റെ മേൽ കനിയണമേ എന്ന്. ആ സമയത്ത് നീ അവന്റെ അടുക്കിലേക്ക് എത്തിയിട്ട് ചോദിച്ചില്ലേ, ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? ചിലപ്പോഴൊക്കെ ഹൃദയം തകർന്ന് ഞാൻ എന്തിനെ വിളിച്ചിട്ടുണ്ട്, ദാവീദിന്റെ പുത്രാ എന്റെ മേൽ കനിയണം. അപ്പോഴൊക്കെ എന്റെ അടുക്കിലേക്ക് വന്ന് നീ ഇതേ ചോദ്യം ചോദിക്കുന്നില്ലേ, കർത്താവേ, ഞാൻ എന്താണ് നിനക്ക് ചെയ്തു തരേണ്ടത്? കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്ന എന്റെ ജീവിതത്തിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക്, എന്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് എന്റെ തമ്പുരാനെ നീ ഒന്ന് കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹൃദയം തകർന്ന് നിലവിളിച്ച നായിന്റെ വിധവയുടെ അടുക്കിലേക്ക് എത്തിയിട്ട് നീ അവളോട് പറഞ്ഞില്ലേ, കരയുണ്ടായിരുന്നു. ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് വല്ലാണ്ട് തകർന്നു നിന്ന് അവളുടെ അടുക്കിലേക്ക് എത്തിയിട്ടാണ് എന്റെ തമ്പുരാനെ നീ പറഞ്ഞത്, കരയുണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ ഞാനും വല്ലാണ്ട് തകർന്നു നിൽക്കുമ്പോ എന്റെ അടുക്കിലേക്ക് വന്നിട്ട് കരയുണ്ട എന്ന് പറയുന്ന എന്റെ തമ്പുരാനെ നീ എന്റെ കൂടെയുണ്ട് എന്നുള്ളതാണ് എന്റെ ധൈര്യം. മരിച്ച് 4 ദിവസമായി ചീഞ്ഞളിഞ്ഞ് ശവശരീരമായവനെ 4 ദിവസങ്ങൾക്ക് ശേഷം കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ച കർത്താവ്, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും എന്ന് അരുളി ചെയ്ത കർത്താവ്, പലപ്പോഴും ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഇനി അസാധ്യമെന്ന് തോന്നിയ സന്ദർഭങ്ങൾ, ഇനി ഒന്നിനും കഴിയില്ലെന്ന് തോന്നിയ സന്ദർഭങ്ങൾ, നീ ആർക്കും എന്നെ രക്ഷിക്കാനാവില്ല എന്ന് തോന്നിയ സന്ദർഭങ്ങളിൽ നീ എന്നോട് പറഞ്ഞിട്ടില്ലേ, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണുമെന്ന്. തോൽക്കിടങ്ങളിൽ നിന്ന് ഇനിയും എന്നെ എഴുന്നേൽപ്പിക്കാൻ എന്റെ കർത്താവേ നിനക്ക് കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന കർത്താവ്, തമ്പുരാനെ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം അവിടുത്തെ അഭിഷേകത്താൽ ഈ സമയത്ത് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, സകല കുടുംബങ്ങളുടെ മേൽ ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി നിറയട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, സാത്താന്റെ തന്ത്രങ്ങളിൽ നിന്ന് കുടുംബങ്ങളെ കോട്ട കെട്ടി സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കുടുംബങ്ങളിലെ പ്രിയപ്പെട്ടവരുടെയും വിശ്വകരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഏതെങ്കിലും തരത്തിൽ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രാത്രി കർത്താവിനോട് സംസാരിക്കട്ടെ. മനസ്സിന് ധൈര്യവും പ്രത്യാശയും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ കർത്താവ്. കുഞ്ഞുങ്ങളുടെ മേൽ വിശ്വകരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവയുടെ തലമുറ അനുഗ്രഹിക്കപ്പെട്ട തലമുറയായി, വിശുദ്ധരായ തലമുറയായി കർത്താവെ, നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ സാത്താൻ അവതരിക്കാൻ ഇടവരരുതെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്,
രാവും പകലും കോട്ട കെട്ടി സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ നിയോഗങ്ങളെയും തമ്പുരാന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, നീ ഞങ്ങളുടെ ജീവിതയാത്രയിൽ നിന്നും കൂടെ ചിലപ്പോഴൊക്കെ നിങ്ങൾ തളരുമ്പോ അമ്മ ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ എന്റെ അടുക്കലുണ്ട്. കുരിശേറ്റ് ഞങ്ങൾ ചിലപ്പോഴൊക്കെ മടുത്തു പോകുമ്പോ ആ കുരിശ് താങ്ങാൻ അമ്മ കൂടെ കാൽവരി എത്തുവോളം നീ ഞങ്ങളുടെ കൂടെയുണ്ട്. സ്വർഗത്തിന്റെ വാതിൽക്കൽ നീ കാത്തു നിൽക്കുന്നു ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ. പരിശുദ്ധമേ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. സാത്താന്റെ സകല തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അമ്മ കാത്തു സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവപരിശുദ്ധനെ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കണം. ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തുകൊള്ളണം. എന്റെ കാവൽമാലാകുമാരെ ഓരോരുത്തരെയും കാത്തുകൊള്ളണം. ഈ യാതനകളൊക്കെ ഞങ്ങളെ സ്നേഹിക്കുന്ന തമ്പുരാനെ അടുത്ത കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോ കൃപയോടെ കേട്ട് ഉത്തരമരണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി ശുശ്രൂഷയെ ഞങ്ങളോട് സംബന്ധിച്ച നിങ്ങളുടെ ദൈവമായ കർത്താവായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ മരിച്ചവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തട്ടെ. പിതാവ് പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ബലഹീനവും കുറവുള്ളതുമായ പ്രാർത്ഥനകൾ നിന്റെ സുഹാസനവുമാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയും ആക്കി തീർക്കണമേ. ആവീശോ ഓശോ